നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC അടുത്തിടെ നടത്തിയ സ്വിംഗ് ടീച്ചർ ഹൈസ്കൂൾ പരീക്ഷയിൽ ചോദിച്ച 20 GK ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ PSC ഏതൊരു പരീക്ഷ നടത്തിയാലും അതിൽ ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിനകത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ 2017 തൊട്ടുള്ള ഒരുപാട് ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷത ഏതാണ്? ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷത സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നതാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അയനം എവിടം മുതൽ എവിടം വരെയാണ്? SCERT ഫാക്റ്റ് ആണ്. ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്കാണ് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അയനം. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം എന്നിവയാണ്. അപ്പൊ ഇതിനെ കാലഗണനാക്രമത്തിൽ തരംതിരിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹമാണ് ആദ്യം വരുന്നത്. രണ്ടാമത് ഗുരുവായൂർ സത്യാഗ്രഹം, മൂന്നാമത് നിവർത്തന പ്രക്ഷോഭം, ഏറ്റവും അവസാനം ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹ 1924-25 കാലഘട്ടം, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, ക്ഷേത്രപ്രവേശന വിളംബരം 1936. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ബോക്സർ കലാപം നടന്ന രാജ്യം ചൈന. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അമേരിക്കൻ കോളനികളിലാണ് നടപ്പിലാക്കിയത്. റഷ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ വിപ്ലവം നടന്നത് റഷ്യയാണ്, അത് ഫ്രാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യയാണ്. അപ്പൊ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ വടക്കേ അമേരിക്കയാണ്. ബോക്സർ കലാപം ചൈനയാണ്. ഒക്ടോബർ വിപ്ലവം റഷ്യയാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ചയും റഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുലർക്കാലത്ത് ഇലകളുടെ അഗ്രഭാഗങ്ങളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണുന്ന വെള്ള തുള്ളികൾക്ക് പറയുന്ന പേരെന്താ? തുഷാരമാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി 1964 രൂപീകരിച്ച സ്ഥാപനം ഏതെന്ന് തിരിച്ചറിയുക. വിജിലൻസ് കമ്മീഷനാണ്. SCERT ഫാക്റ്റ് ആണ് ഇതെല്ലാം. ഏതൊക്കെ ഭൂപ്രദേശങ്ങളാണ് 1954 ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ ഭൂപ്രദേശങ്ങളാണ് 1954 ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ കാഴ്ചപ്പാടാണിത്? രാജാറാം മോഹൻ റോയ്. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ഹിതകാരിണി സഭ സ്ഥാപിച്ചത്? ഹിതകാരിണി സഭ വീരേശലിംഗം പന്തലു ആണ് സ്ഥാപിച്ചത്. വീരേശലിംഗം. ഏത് ഹിമാലയൻ ഭൂപ്രദേശമാണ് ആസാം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത്? കിഴക്കൻ ഹിമാലയമാണ് ആസാം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത്. കിഴക്കൻ ഹിമാലയം. VT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? VT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം യോഗക്ഷേമ സഭ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്നതാണ്. രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തി എഴുതുക.
ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ളത്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് IK ഗുജ്റാൾ ആണ്. IK ഗുജ്റാൾ. ബാക്കിയൊക്കെ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തികളാണ്. IK ഗുജ്റാളോ ഇന്ദർ കുമാർ ഗുജ്റാൾ ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, നഗര ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി തിരിച്ചറിയുക. 74-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 74-ാം ഭേദഗതി. ഏത് സംഘടനയാണ് അടുത്തിടെ ഗ്ലോബൽ ഫുഡ് പോളിസി റിപ്പോർട്ട് 2024 പുറത്തിറക്കിയത്? ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തിടെ വാർത്തകളിൽ കണ്ട റുവാഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ടാൻസാനിയയിലാണ് റുവാഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, റീസ്റ്റോറേഷൻ ഓഫ് എർത്ത്, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനം. 2024 IPL ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യർ. അപ്പോൾ ഈ ചോദ്യ പേപ്പറിൽ ഒരു 5 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 96 മുതൽ 100 വരെ 5 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ബാക്കി GK ക്വസ്റ്റ്യൻസ്. GKയിൽ റിനൈസൻസ് ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടായിരുന്നു, വേൾഡ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചത്. ബാക്കി 80 വരെയുള്ള ചോദ്യങ്ങൾ ഇവരുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 20 ചോദ്യങ്ങളെ നമ്മുടെ ജനറൽ PSCക്ക് ഉള്ളൂ. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.